ലൗതാരോ മാർട്ടിനസിന്റെ തലക്ക് ഭാഗത്തിന് മെസ്സിയുടെ ക്രോസ് വളഞ്ഞെത്തുമ്പോൾ ടച്ച് ലൈൻ അരികിൽ നിൽപ്പുണ്ടായിരുന്നു സ്കലോണി. പന്ത് വലയിൽ ചുംബിച്ചിട്ട് പോലും അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. അമിതാവേശ പ്രകടനങ്ങളൊന്നുമില്ല, കണ്ണ് നിറഞ്ഞിരുന്നു, അത്രമാത്രം. ഈജിപ്തിനെതിരെ ആ കംബാക്കിന് 13 മിനിറ്റാണ് എടുത്തത്. ഇക്കുറി തോമസ് ടുക്കേലിന്റെ ഇംഗ്ലണ്ടിനെതിരെ 10 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല. ഒരിക്കൽ കൂടി ഈ ടൂർണമെന്റിലെ ത്രസിപ്പിക്കുന്ന റെമോണ്ടാഡ സ്റ്റോറികളിൽ ഒന്നിന്റെ അവസാന വരിയും എഴുതി പൂർത്തിയാക്കി അയാൾ അറ്റ്ലാന്റിക്കിലെ ആരവങ്ങൾക്ക് നടുവിൽ ശാന്തനായിരുന്നു. എൻസോ ആ സമനിലകൾ കുറിച്ച മൊമെന്റിൽ സ്കലോണി കളി പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കംബാക്ക് പൂർത്തിയാകുന്നത് സ്റ്റോപ്പേജ് ടൈമിലോ അതോ എക്സ്ട്രാ ടൈമിലോ എന്ന് നോക്കിയാൽ മതിയാകും. ഇക്കുറി തോമസ് ടുക്കേലിന് ചിന്തിക്കാൻ അധികം സമയം കൊടുത്തില്ല സ്കലോണി. ആ കളിയെ എക്സ്ട്രാ ടൈമിലേക്ക് വലിച്ചു നീട്ടാൻ ലയണൽ മെസ്സിക്ക് ഒരു താല്പര്യവുമില്ലാത്തതുപോലെ തോന്നി. ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന് അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട തങ്ങളുടെ കാത്തിരിപ്പുകൾ അവസാനിക്കാൻ പോവുകയാണെന്ന് അവരുടെ മനസ്സ് പറഞ്ഞു. കളി 80 മിനിറ്റ് പിന്നിടുന്നു. സെക്കൻഡ് സൂചി ഇപ്പോൾ ഇഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നിക്കാണണം. ലിയോ അതിശയവേഗം പ്രാപിച്ചു തുടങ്ങുന്ന സമയമാണത്. അയാൾ ഇംഗ്ലീഷ് ഗോൾ മുഖത്ത് പഴുതുകൾ തേടിക്കൊണ്ടിരുന്നു. ഒടുവിൽ 85 മിനിറ്റിൽ റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് അയാളുടെ ഒരു നീക്കം. 2 ഡിഫൻഡർമാർക്ക് മുന്നിൽ നിന്ന് പൊടുന്നനെ പുറകിലേക്ക് വെട്ടിത്തിരിഞ്ഞു. ബോക്സിന് വടിയിൽ എൻസോയെ കണ്ടെത്തി. എൻസോ പന്തിൽ ആദ്യ ടച്ചെടുത്തു. അയാൾക്ക് മുന്നിൽ വലിയൊരു സ്പേസ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗാം പാഞ്ഞെത്തി, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും എൻസോ നിറയൊടിച്ച് കഴിഞ്ഞിരുന്നു. അയാൾ ആ ഗാലറിയിലേക്ക് കാതുകൂർപ്പിച്ചു. അർജന്റീൻ ആരാധകരുടെ കണ്ണ് നിറഞ്ഞു. നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ ടൂർണമെന്റിൽ ഒരൊറ്റ മത്സരം പോലും അവർക്ക് സമാധാനത്തിൽ കണ്ട് പൂർത്തിയാക്കാനായിട്ടില്ല. പലപ്പോഴും അവർ തങ്ങളുടെ ഇരിപ്പിടങ്ങളെ മറന്നു കളഞ്ഞു. പ്രതിസന്ധികളുടെ ആഴക്കയത്തിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരുന്ന ആ കപ്പലിനെ ആ 2 മനുഷ്യർ ചേർന്നാണ് പലപ്പോഴും കരക്കടുപ്പിച്ചത്. ലയണൽ സ്കലോണി ആൻഡ് ലയണൽ മെസ്സി. 2 ലയൺസ്, അവർക്കെന്ത് 3 ലയൺസ്. അർജന്റീന പുറകിലായി പോകുന്ന നിമിഷം മുതൽ സ്കലോണിയെ എതിരാളികൾ ഭയന്നു തുടങ്ങും. പലരും പ്രതിരോധത്തിലേക്ക് ഉൾവലിയുന്നത് പോലും ആ ഭയം ഉള്ളുവിറപ്പിക്കുന്നത് കൊണ്ടാണ്. തോമസ് ടുക്കേലിന്റെയും ഉള്ളുവിറച്ചു. ആന്റണി ഗോർഡനെ പിൻവലിച്ച് എസ്രി കോൺസയെ കളത്തിലിറക്കിയ ആ മൊമെന്റിൽ ആ ഭീതിയുടെ ആഴം വെളിപ്പെട്ടു. 83 മിനിറ്റിൽ ഡെക്ലൻ റൈസിനെയും അയാൾ പിൻവലിക്കുന്നുണ്ട്. ഒറേലിയാണ് പകരമെത്തിയത്. ഇംഗ്ലണ്ട് ഡിഫൻസിലേക്ക് ഉൾവലിഞ്ഞു. വിരലിൽ എണ്ണാവുന്ന മിനിറ്റുകൾ പിടിച്ചു നിന്നാൽ മതി ഇനി. അതിന് തൻ്റെ കുട്ടികൾക്ക് കഴിയുമെന്ന് തോമസ് ടുക്കേൽ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ലയണൽ മെസ്സി എന്ന മനുഷ്യനെ അയാൾ മറന്നു കളഞ്ഞതാണോ? സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കുറിച്ചിട്ടു: ലിയോ ആദ്യമായാണ് ഇംഗ്ലണ്ടിനെ നേരിടുന്നത് എന്നാണ് സകലരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇംഗ്ലണ്ട് ആദ്യമായാണ് ലിയോയെ നേരിടുന്നത് എന്ന് ആരും പറഞ്ഞില്ല. അവസാന വിസിൽ മുടങ്ങിയിട്ടല്ലാതെ അയാൾക്കെതിരെ ആരും ആഘോഷിച്ചു തുടങ്ങരുത് എന്നാണ്. പിന്നിലാകുന്ന മൊമെന്റ് മുതൽ ലിയോയുടെ ഉള്ളിലേക്ക് എവിടെ നിന്നോ ഒരു ഊർജം സന്നിവേശിക്കപ്പെട്ടതുപോലെ തോന്നും. മൈതാനത്തിന്റെ പല ദിശകളിലൂടെ അയാൾ നിങ്ങളുടെ കോട്ടയ്ക്ക് മുന്നിലേക്ക് ഇരമ്പിയെത്തും. ഒടുക്കം ആ 39-കാരന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വരും. എല്ലാം തീർന്നുവെന്ന് കരുതി ആ കല്ലറയിലേക്ക് 3 പിടി മണ്ണുവാരികിടാൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് ഇതാ വീണ്ടും സ്കലോണിയുടെ കുട്ടികൾ കല്ലറ തുറന്ന് ഇറങ്ങി വരുന്നു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 75 മിനിറ്റിന് ശേഷം അർജന്റീന വലകുടിക്കിയത് 11 തവണയാണ്. ദാ കണക്ക് പറയും എല്ലാം. പരിക്കനടവുകൾ കൊണ്ട് നിറഞ്ഞ ആദ്യ പകുതി കണ്ടപ്പോൾ ചോര പൊടിയും എന്ന് കരുതിയതാണ് പലരും. ആദ്യ 30 മിനിറ്റിൽ 12 ഫൗളുകളാണ് പറഞ്ഞത്. ഇരു ടീമുകൾക്കും ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉതിർക്കാനായില്ല. സ്കലോണി ഫസ്റ്റ് 11-ൽ കളത്തിൽ അവതരിപ്പിച്ച ജൂലിയാനോ സിമിയോണി മൈതാനത്ത് പലപ്പോഴും അഗ്രസീവായി കാണപ്പെട്ടു. എലിയറ്റ് ആൻഡേഴ്സണും ലിച്ചയും കാർഡ് വാങ്ങി. 2ാം പകുതിയിലാണ് കളി ഉണർന്നത്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി വലകുളിക്കുന്നു. റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് മോഗൻ റോജേഴ്സിന്റെ ക്രോസ്. മുളീനയ്ക്ക് പുറകിലൂടെ പാഞ്ഞെത്തിയാണ് ഗോർഡൻ അതിനെ വലയിലാക്കിയത്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. റൈറ്റ് ഫ്ലാങ്കിലൂടെ ജൂലിയാനോ സിമിയോണിയുടെ ഒരു മുന്നേറ്റം സ്പെൻസ് പിറകിൽ നിന്ന് പാഞ്ഞെത്തി അതിശയകരമായ ഒരു മൊമെന്റിൽ സേവ് ചെയ്യുന്നുണ്ട്. ഗോൾമുഖത്ത് പിക്ഫോർഡ് കൂടി നിറയുന്നത് കണ്ടപ്പോൾ ടുഷേൽ കളി കൈയിലാക്കുന്നത് പോലെ തോന്നി പലർക്കും. എന്നാൽ സമ്മർദ്ദത്തിന്റെ പരകുടിയിലാണ് അർജന്റീന ഏറ്റവും അപകടകാരികളാവാറുള്ളത്. എതിരാളികൾ പ്രതിരോധത്തിലേക്ക് ഉൾവലിയുന്നത് പോലും ആ റെമോണ്ടാഡയെ ഭയന്നാണ്. ലിയോയുടെ ഓരോ ആക്രമണവും ഓരോ മുന്നറിയിപ്പാകും. ഓരോ പാസും ഓരോ പ്രഖ്യാപനമാകും. ഓരോ നിമിഷവും ചരിത്രത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാകും. തോൽവിയുടെ വക്കിൽ നിന്ന് 4 മത്സരങ്ങൾ തിരികെ പിടിച്ചാണ് അർജന്റീന ഫൈനലിൽ പ്രവേശിക്കുന്നത്. അതിൽ 3 തവണ പിറകിലായി പോയ ശേഷമാണ് കംബാക്ക്. എഗെയിൻ സ്കലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത് കണ്ടു. നിക്കോ ഗോൺസാലസും ഗോൺസാലോ മൊണ്ടിയലും ഡീപോളും ലൗതാരോ മാർട്ടിനസും ഒക്കെ പല സമയങ്ങളിലായി മൈതാനത്ത് അവതരിച്ചു. അർജന്റീനയുടെ ആക്രമണങ്ങൾക്ക് വേഗം കൂടി. ഗോർഡന്റെ ആദ്യ ഗോളിനും എൻസോയുടെ ഇക്വലൈസറിനും ഇടയിലെ 31 മിനിറ്റിൽ വെറും 12% നേരം മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ കാലിൽ പന്തുണ്ടായിരുന്നത്.
ഫൈനൽ തേർഡിൽ അവർ വെറും 9 ടച്ചുകളാണ് നടത്തിയത്. ലിയോ ഗോൾമുഖത്തേക്ക് പന്തുമായി ഇരമ്പിയെത്തിക്കൊണ്ടിരുന്നു. ഇംഗ്ലണ്ട് പ്രതിരോധം ശക്തമാക്കി നിലയുറപ്പിച്ച ഘട്ടത്തിൽ പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്ന് പന്ത് കൈക്കലാക്കി ബോക്സിലേക്ക് അപകടകരമായ നിരവധി ക്രോസുകൾ നൽകി ലിയോ കളിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ അലക്സ് മക്കലിസ്റ്റർ തൊടുത്തുക ഒരു ഷോട്ട് ഗോൾ പോസ്റ്റിൽ ഇടിച്ചു മടങ്ങിയത് ഇംഗ്ലണ്ടിന് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. തൊട്ടടുത്ത മൊമെന്റിലാണ് അർജന്റീനയുടെ വിജയ ഗോൾ പറക്കുന്നത്. പന്ത് പിടിച്ചെടുത്ത മെസ്സി റൈറ്റ് ഫ്ലാങ്കിലൂടെ മുന്നേറി അതിനെ ഗോൾ മുഖത്തേക്ക് ക്രോസ് ചെയ്യുന്നു. ലൗതാരോയുടെ ഒരു ബ്രില്യൻ ഹെഡർ. ദാ അവിടെ ആ കംബാക്ക് സ്റ്റോറി പൂർത്തിയാകുന്നു. ആകെ 19 ഫൗളുകളാണ് കളിയുടെ ആദ്യ പകുതിയിൽ പറഞ്ഞത്. ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ല. എന്നാൽ ഗോൾ വീണതിന് ശേഷം രണ്ടാം പകുതി പിന്നെ അർജന്റീനയുടെ ഇത് മാത്രമായി. ഗോർഡന്റെ ഗോൾ പിറന്നതിന് ശേഷമുള്ള 35 മിനിറ്റുകളിലായിരുന്നു കളിയുടെ ആകത്തുക. കൂടുതൽ ഡിഫൻഡർമാരെ ആഡ് ചെയ്ത് പ്രതിരോധം ശക്തിപ്പെടുത്തി കളി പിടിക്കാനുള്ള തുഷേലിന്റെ ടാക്ടിക്സ് അമ്പേ പാളി. മുന്നേറ്റങ്ങൾ പിന്നെ ഇംഗ്ലണ്ടിന്റെ അജണ്ടയിൽ ഇല്ലാത്തതുപോലെ തോന്നി. അർജന്റീനക്ക് മൈതാനത്ത് കൂടുതൽ സ്പേസുകൾ തുറന്നു കിട്ടി. പന്തുമായി പിന്നെ ഇംഗ്ലണ്ടിന്റെ ഹാഫിൽ തന്നെയായിരുന്നു അവർ. അർജന്റീൻ മുന്നേറ്റ നിര ഗോളിലേക്കുള്ള വഴികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ക്രോസുകൾ, ലോങ് റേഞ്ചറുകൾ, കട്ട്ബാക്കുകൾ, അങ്ങനെ ഇംഗ്ലീഷ് പ്രതിരോധത്തെ ഇടയ്ക്കിടെ അവർ വിറപ്പിച്ചുകൊണ്ടിരുന്നു. 20 മിനിറ്റ് ആ മത്സരത്തിൽ അവശേഷിക്കുകയാണ് തുഷേൽ ഗോർഡനെ പിൻവലിക്കുന്നത്. ഡെക്ലാൻ റൈസും പിന്നെ കളം വിട്ടു. ഇംഗ്ലണ്ട് കളി കൈവിട്ടത് ഇങ്ങനെ കുറെ നീക്കങ്ങൾ കൊണ്ടുകൂടിയാണ്. സെൻട്രൽ ചാനലിലൂടെയുള്ള അർജന്റീൻ മുന്നേറ്റങ്ങൾ ഇംഗ്ലണ്ട് അടച്ചിട്ടപ്പോൾ ലിയോ റൈറ്റ് ഫ്ലാങ്കിലേക്ക് നീങ്ങുന്നത് കണ്ടു. അർജന്റീനയുടെ 2 ഗോളുകളും പറഞ്ഞത് റൈറ്റ് ഫ്ലാങ്കിലൂടെയുള്ള നീക്കങ്ങളിലൂടെയാണ്. 2 തവണ അലക്സ് മക്കലിസ്റ്ററിന്റെ ഗോൾ ശ്രമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് വില്ലൻ വേഷത്തിൽ അവതരിച്ചു. പിക്ഫോർഡിന്റെ അതിശയ സേവുകൾ പലതും ഇംഗ്ലീഷ് ഗോൾ മുഖം കാത്തു. പക്ഷേ ലിയോയുടെ ആ മാജിക്കൽ മൊമെന്റിൽ ഇംഗ്ലണ്ടിന്റെ എല്ലാ പ്രയത്നങ്ങളും വിഫലമായി. പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് ഈ ടീം ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്നത് എന്നാണ് കളിക്ക് ശേഷം സ്കലോണി പറഞ്ഞു വെച്ചത്. ലോകകപ്പിൽ മെസ്സിയുടെ പേരിൽ ആകെ ഇതുവരെ 12 അസിസ്റ്റുകളായി. അതിൽ 10 പറന്നത് നോക്കൌട്ട് സ്റ്റേജുകളിലാണ് എന്ന് മറന്നു പോകരുത്. വിശ്വവേദികളെ ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റും ഇപ്പോൾ ലിയോയുടെ പേരിലാണുള്ളത്. കളിക്ക് ശേഷം ഹാരി കെയ്ൻ മനസ്സ് തുറന്നു. ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ്. അയാളെ തടയാൻ ഞങ്ങൾ കഴിയാവുന്നതൊക്കെ ചെയ്തു. അയാളുടെ കാലിൽ പന്തെത്തുമ്പോഴൊക്കെ ഞങ്ങൾ തോൽവിയെ മണത്തു. ഒടുക്കം അത് സംഭവിച്ചു. ഇനി ഫൈനലിൽ ഡെലഫുവെന്റെയുടെ സ്പെയിൻ. മെറ്റ്ലൈഫ് ആ മഹായുദ്ധത്തിനായി ഒരുങ്ങുന്നു. ലമീൻ യമാൽ വേഴ്സസ് ലയണൽ മെസ്സി, ലൂയിസ് ഡെലഫുവെന്റെ വേഴ്സസ് ലയണൽ സ്കലോണി.